31 ദേ അവിടെ. ഈ വോൾവോ ബസ്സിലാണ് മോനെ എല്ലാ സെറ്റപ്പും നടക്കുന്നത്. എത്ര എണ്ണത്തിനാണെന്ന് അറിയോ നമ്മൾ വളച്ച് സൂട്ടപ്പാക്കിയിരിക്കുന്നത്? അതിലൊന്നാണ് നമ്മളെ ബേബി ബിയാത്തു. ബസ്സിൽ കയറുമ്പോ നമ്മളെ സീറ്റിൽ ഒരു കിളി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓൾ മൊഞ്ചത്തിയാണെങ്കിൽ ആദ്യം അവളുടെ അടുത്ത് എന്ന് വളരെ വിനയത്തോടെ ഇങ്ങനെ പറയണം, എക്സ്ക്യൂസ് മീ. ഇതെന്റെ സീറ്റാ. സോറി. ഓള് തെറ്റ് ചെയ്തവളെ പോലെ മാറിയിരിക്കാൻ ശ്രമിക്കും. അത് നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. അതാണ് ഫസ്റ്റ് നമ്പർ. പ്ലീസ് സിറ്റ്. നോ ഇഷ്യൂസ്, സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. താങ്ക് യു. ഇറ്റ്സ് ഓക്കേ. സംഗതി നടക്കുന്ന കേസാണെങ്കിൽ കുറച്ച് കഴിയുമ്പം ഓള് തട്ടം നമ്മൾ മുഖത്തേക്ക് ഇങ്ങനെ പറത്തി വീഴിക്കും. പിന്നെ നമുക്കൊന്നും കാണാൻ കഴിയില്ല, ഓളുടെ തട്ടം മാത്രം. ഇപ്പോഴും സംഗതി ഉറപ്പായിട്ടില്ല. നമ്മൾ പതുക്കെ ആ തട്ടം മുഖത്ത് നിന്ന് വലിച്ചു മാറ്റണം. എന്നിട്ട് അവളെ കടക്കണ്ണുകൊണ്ട് ഒന്ന് നോക്കണം. അപ്പോൾ അവൾ ഉറങ്ങുകയാണെങ്കിൽ സംഗതി സൂട്ട്. സത്യത്തിൽ അവൾ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുക. ഇനി അധികം താമസിയാതെ അവൾ നമ്മളെ ചുമലിലേക്ക് മെല്ലെ ചാഞ്ഞു വരും. ഓർത്തോ, അപ്പോഴും അവൾ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണ്. ഇപ്പൊ സംഗതി ഏതാണ്ട് ഓക്കെ ആയി. ഇനി പയ്യെ പയ്യെ നമ്മുടെ കൈ പിന്നിലേക്ക് എടുത്ത് വളച്ച് വിരൽ തുമ്പുകൊണ്ട് അവളുടെ തോളിൽ മെല്ലെ തഴുകണം. ഒപ്പം അവളുടെ മുഖത്തേക്ക് ഒലികണ്ണിട്ട് ഒരു നോട്ടവും. ഓൾക്ക് റിയാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നോക്കണ്ട. ഉള്ളം കൈകൊണ്ട് അമർത്തി ഓളെ നമ്മളെ ദേഹത്തോട്ട് ചേർത്തങ്ങനെ പിടിക്കണം. ഓ, ഈ സീൻ ഓവറായില്ലേ? ഇല്ല സാർ, ഒരു ഷോട്ട് കൂടെ ബാക്കിയുണ്ട്. ഏത്? അതാ കമ്പ്യൂട്ടറിലെ സാധനം കുത്തി കയറ്റുന്നത്. കിഷോറെ, എന്ത് വരച്ചോണ്ടിരിക്കാണ് അവിടെ? ഞാൻ കണ്ടിന്യൂറ്റി. ഇത് ആർക്ക് വേണം കണ്ടിന്യൂറ്റി? അതൊക്കെ പണ്ട് സത്യമാർഷി നസീർ സാറിന്റെ കാലത്ത്. ഇപ്പൊ ആള് കണ്ടിന്യൂറ്റി നോക്കി കുത്തിരിക്കല്ലോ ഇവിടെ. മറ്റേ സാധനം വിളിച്ചാ കുത്തി കയറ്റണേ. ഏത് പെൻഡ്രൈവോ? ആ, അത് എനിക്ക് തന്നല്ലോ. അല്ലാ, അതേനത് നമ്മളത് ചെവി തോണ്ടിയാന്ന് വിചാരിച്ച് തോണ്ടി കളയുകയും ചെയ്തു. നന്നായി. ഈ പെട്ടെന്ന് ഒന്നും കൂടി സംഘടിപ്പിച്ചോണ്ട് ചെല്ല്. നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ. മനോജ്, ലൈറ്റ് അപ്പ് ഓക്കെ സർ. കൊച്ചാപ്പിക്ക, ഓ ആ എടുക്കല്ലേ സാർ? ഓക്കെ ഓക്കെ. ആ, അതെ, ഫസ്റ്റ് ഷോട്ട് വേണ്ട നടികൾ അവിടെ ഉണ്ട്. അവർ പോയിട്ട് ചെല്. മൊബൈൽ ഫോണിലെ നമ്പർ ഒന്ന് പറഞ്ഞാട്ടെ. എന്തിനാ? ഒരു അത്യാവശ്യത്തിനാണ്. സിനിമയിൽ രക്ഷപ്പെടണ്ടേ? പറയും. 984701 ഓക്കെ, ഞാൻ വൈകുന്നേരം വിളിക്കും. റെഡി സാർ? ഇന്നത്തെ കൊത്ത്. എന്താണ് മരത്തലയാ പ്രോപ്പർട്ടി ശ്രദ്ധിക്കാത്ത? യൂസ്ലെസ്. സോറി സർ. എന്തോന്ന് കോറി? കുറെ നാളെയല്ലോ ചരക്കാൻ തുടങ്ങിയിട്ട്. നിർത്തിയിട്ട് വല്ല ആക്രി കച്ചവടത്തിനും പോടാ. താഴയിൽ ആൾ താമസമില്ലാത്ത സ്റ്റുപ്പിഡ്.
സാർ അത് ഈ പറഞ്ഞത് നിങ്ങളെ ഉദ്ദേശിച്ചല്ല. മനോജ്, get ready. ആ നീ എവിടെ ഇരിക്കുക? ഞാൻ എവിടെയൊക്കെ നോക്കി. നീ ഭക്ഷണം കഴിച്ചോ? ഞാൻ അപ്പോഴേ ഇക്കാലത്ത് പറഞ്ഞ ലെൻസ് എടുക്കാൻ എന്നെ വിടണ്ടെന്ന്. ഇവിടെ വേറെ ആരും ഇല്ലാത്ത പോലെ. ഷടാ, എന്റെ ജീവിതാനുഭവത്തിൽ ഇന്ന് വരെ ഒരു ബസ്സിലും ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായിട്ടേ ഇല്ല. അത് കളയടാ. സംഭവം ഇപ്പൊ ഇവിടെ ആരും അറിയാൻ പോണില്ല. ഓളാണ് കടി നിന്ന് ഓളെ പാട്ടിന് പോയില്ലേ? പിന്നെ ആ കൊച്ചോ? അല്ല, നീ അതിനെ കയറി പിടിച്ചേ? എടാ, അത് ഇവിടുത്തെ ഓഫീസറാ. ആളും വിലയും നോക്കാണ്ട് കേറി പിടിച്ചോടില്ല. എടാ, ഇതിന്റെ മുതലാളി ശ്രീറാം സാർ വിജയൻ സാറിന്റെ അടുത്ത കക്ഷിയാ. ആ കുട്ടി അയാളോട് വിവരം പറഞ്ഞ വിജയൻ സാർ അറിയും. പിന്നെ നിന്റെ കാര്യം പോക്കാ. നീയേ ഇരി, ഞാൻ പോയി നമ്പർ ഇട്ട് നോക്കട്ടെ. എക്സ്ക്യൂസ് മീ. ആരാ? മോളെ, നമ്മൾ കോഴിക്കോട് കൊച്ചാപ്പി കേട്ടിട്ടുണ്ടാവും. സോറി, ഇല്ലല്ലോ. ഇപ്പൊ കേട്ടല്ലോ. അസോസിയേറ്റാ. എന്തിന്റെ അസോസിയേറ്റ്? ഞാന് മലയാള സിനിമന്റെ അസോസിയേറ്റ് ഡയറക്ടറാ. 10-60 കൊല്ലായി. മോളെ, ഓനൊരു ഉണക്കപ്പുണ്ണാക്കനാ. ഏതോ നായിന്റെ മക്കൾ പറഞ്ഞ് വണ്ടി കയറ്റിയതാണ്. നമ്മളെ കിഷോറിന്റെ കാര്യമാണ് പറയണത്. ഇന്നലെ ബസ്സിന്ന് എന്തൊക്കെ അബദ്ധം ചെയ്തല്ലോന്. സംഗതി മറ്റാരും അറിയണ്ട. ഓൻ കാണിച്ച ചെറ്റത്തരാണെങ്കിലും തൽക്കാലം മോളങ്ങ് മറന്നേക്കണം. ദേ, ഓൻ അവിടെ നിന്ന് കരിയാണ്. മോളെ, ആ ചെറുക്കനെങ്ങാനും വല്ല കടുങ്കയും ചെയ്യണതിന് മുമ്പ് മോള് ഓനോടൊന്ന് സംസാരിക്കണം. ഞാൻ വിളിച്ചുതരാം. ബാലൻസ് ഇല്ല. ഇതൊന്നും എടുക്കട്ടെ. ഹലോ, എടാ, ഇത് സംഗതി ഏതാണ്ട് ഓക്കെ ആവുന്ന തോന്നുന്നത്. ഞാൻ കൊടുക്കാം. ഇതാ സംസാരിച്ചോ പ്ലീസ്. കിഷോറാണ്. ഹലോ. ഹലോ, എന്തിനാ വിഷമിക്കുന്നേ? ഏതോ ഒരു ബാസ്റ്റേഡിന്റെ വാക്ക് കേട്ട് താൻ എന്നോട് അനാവശ്യം കാണിച്ചു. ഞാൻ അതിനോട് പ്രതികരിച്ചു. ബസ്സിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം ഒരേ തരക്കാരല്ലെന്ന് അറിയിക്കാൻ. വിട്ടേക്ക്, ഞാനത് അപ്പോഴേ മറന്നു. താങ്ക്സ്. ആ പിന്നെ ഇനിയെങ്കിലും തെറിയേക്കാതെ താൻ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യ. അല്ല, വാട്ട്? അല്ല, പേര് പറഞ്ഞില്ല. താൻ ചോദിച്ചില്ലല്ലോ. ഇവ കുര്യൻ. ഓക്കെ. എന്താടാ ഒരു കമ്പിച്ചിരി? ഓ, ഒറ്റക്കിരുന്ന് കാണുകയാണ്. എന്ത്? നോക്കട്ടെ. ഒന്നുമില്ല. കാണിച്ചേ. സത്യമായിട്ട് ഒന്നുമില്ല. കാണിച്ചേടാ ഇങ്ങോട്ട്. അമ്മയാണ് ഒന്നുമില്ല. സത്യം. എടാ കിഷോറെ, നിങ്ങളാരും വരണോ? ഒരക്കുപ്പി കരിവായിൽ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ആ MD ആയിട്ട് അഭിനയിക്കാൻ വന്നവന്റെ കോൺട്രിബ്യൂഷനാ. വാ, വന്ന് വേണേ 2 മണമണാന്ന് അടിച്ചിട്ട് ഇങ്ങോട്ട് പോര്. എനിക്കൊന്നും വേണ്ടിക്ക. വേണ്ടേ? ഇതെന്ത് പറ്റി? വേണ്ടേ വേണ്ട. അല്ല ഷെഫിക്ക്, നീ വരണോ? പിന്നെ എനിക്ക് വേണം. വേണേ വന്നോ, തരാം. വാ, ഞാൻ ഇപ്പൊ വരാവേ. Da